എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പം ജീവിതത്തിൽ പുതിയ പുതിയ ശീലങ്ങൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് സത്യമായിട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരുപാട് എന്താ പറയുക, മനസ്സിന് നല്ല സമാധാനവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റി, ഒരുപാട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റി. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയായിട്ട് ഈ രാവിലെ നീക്കുന്നതിലൂടെ ഇപ്പം എനിക്ക് കിട്ടുന്നത്. കാരണം അതെനിക്കിപ്പോൾ ശരിക്കും ഫീൽ ചെയ്യാനുണ്ട്. ഞാൻ കുറേയായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാനൊരു 7:30-8 മണി അതൊക്കെ എഴുന്നേൽക്കാറുള്ളൂ. ഇപ്പോൾ ഒരു 1.5-2 ആഴ്ചയൊക്കെ ആയിട്ട് ഈ രാവിലെ എഴുന്നേൽക്കണം. നന്നേ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നതിനോട് എന്താ പറയുക, പറയാൻ പറ്റുന്നില്ല. അതുപോലുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, എനിക്കിന്ന് പറ്റിയൊരു അബദ്ധത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് പറഞ്ഞു വരുന്നത്. അപ്പം ഞാനിന്ന് അത്താന്നൊക്കെ കരുതിയിട്ട് രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് വാരി ചാണകം മെഴുകി പൂവിടാനുള്ളൊരു പരിശ്രമത്തിലാണ്. അപ്പോൾ നല്ല സന്തോഷത്തോടെ എഴുന്നേറ്റാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഞാൻ പിന്നെ പൂവിടാൻ തുടങ്ങിയത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുറ്റടിച്ച് ചാണകമൊക്കെ മെഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസമാവണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പോവാട്ടോ. ശേഷമായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇതുപോലൊന്നും പൂ പറിക്കാനോ പൂവിടാനൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പൂ പറിക്കാൻ ഞാൻ തലേന്ന് പറിച്ചേക്കണമെന്ന് ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വരെ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. നമുക്ക് എന്തായാലും പൂ പറിച്ചിട്ട് തരാം. വീഡിയോ എടുത്തരാൻ ആരുമില്ലാത്തതുകൊണ്ട് പൂ പറിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ള കുറച്ച് പൂവൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ല. നാളെ നമുക്ക് ഉഷാറാക്കാം. നിങ്ങൾ ഓണ ആഘോഷമൊക്കെ തുടങ്ങിയോ? എന്താണെന്ന് വീഡിയോയിൽ പറയിട്ടോ, അല്ല കമൻറ്റിൽ പറയിട്ടോ. അപ്പോൾ നല്ല നാടൻ പൂക്കളൊക്കെ പറിച്ചിട്ട് നമുക്ക് പൂവിടാൻ തുടങ്ങാം. അപ്പോൾ ഈ പൂവിന് നിങ്ങളുടെ നാട്ടിലെന്താ പേര് പറയുന്നതെന്ന് പറയണം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പൂവിനും വ്യത്യസ്ത തരത്തിലുള്ള പൂവാണ്. നല്ല അടിപൊളി പൂവ് കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിച്ച് ഒറ്റയ്ക്കുള്ളപ്പോൾ വീഡിയോ എടുക്കാനും അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് തന്നെ മെല്ലെ വീട്ടിലേക്ക് അങ്ങനെ പോവുക കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പൂക്കളൊക്കെ പറിച്ച് ഒരു കുഞ്ഞു പൂക്കളിടാന്നുള്ളതിൽ അപ്പോഴും ഞാൻ അറിയുന്നില്ല. ഇന്ന് കലണ്ടർ നോക്കിയപ്പോൾ ഇന്ന് മൊത്തം നാളെ എത്തും. ഓക്കെ, നാളെ എത്തുള്ളത് ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാട്ടോ നമ്മളെ നാട്. നല്ല രസമാട്ടോ കാണാൻ. അങ്ങനെ വലിയ വാഹനങ്ങളൊന്നും പോകുന്ന റോഡൊന്നുമല്ല, ഒരു ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമായിട്ട് നല്ല അടിപൊളിയാണ്. പക്ഷേ രാത്രി സമയങ്ങളിൽ സൂക്ഷിക്കണം, പന്നി ഇറങ്ങും. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല കുത്തും കിട്ടും, നല്ല ചവിട്ടും കിട്ടും. നമ്മുടെ മെയിൻ സാധനം മുക്കുറ്റി. തുമ്പപ്പൂ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ മുക്കുറ്റിയെ കുറച്ച് പറിച്ച് നമ്മൾ മുറ്റത്ത് കൂടെ ഒക്കെ മുക്കുറ്റിപ്പൂ അത്യാവശ്യം ഉണ്ട് കേട്ടോ. മുക്കുറ്റിപ്പൂ പറിച്ചതാ നമ്മൾ നട്ട മല്ലിപ്പൂവൊക്കെ എന്താ പറയുക, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലുള്ള പൂക്കളുമൊക്കെ പറിച്ച് നമുക്ക് നല്ലൊരു പൂക്കളയിടാം. വല്ലാത്തൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ. കുറച്ച് ചെടികളൊക്കെ കൊണ്ട് വെച്ചിരുന്നു, കുറച്ച് പിടിച്ചു. പിന്നെ എന്താ പറയുക, വിഷു ആയി കഴിഞ്ഞാൽ വിഷുവിന് മുമ്പേ കണിക്കൊന്ന പൂത്ത് തുടങ്ങും. ആ സമയമാകുമ്പോഴേക്കും കണിക്കൊന്ന പൂത്തത് കഴിഞ്ഞിട്ട്. അതേപോലെ ഇപ്പോൾ ഈ ഓണപ്പൂവിൻ്റെ കാര്യം, പൂവിടുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നോക്കുമ്പോഴോ 1-2 അങ്ങനെയൊക്കെ കാണാനുള്ളൂ. അപ്പോൾ ഞാൻ മെല്ലെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി. ഞാൻ വീഡിയോ ഇടണോ വേണ്ടേ കുറേ ആലോചിച്ചിട്ടോ. പിന്നെ ഗതി ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ നീച്ചെടുത്തതല്ല, ഇട്ടേക്കാം അവിടെ കിടന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു ഇതാവല്ലോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് എഴുതി. പിന്നെ ഇതാ നമ്മുടെ സുന്ദരിമണികൾ ഓരോന്നോരോന്നായിട്ട് നീച്ചു. അങ്ങനെ ഇച്ചുവിന് രാവിലെ കുറേ വിളിച്ചു കേട്ടോ പൂ പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി പൂവൊക്കെ പറിച്ച്. അവൻ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒച്ചടവും ഒക്കെ ഉണ്ട്. അപ്പം അവൻ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എന്താപ്പോൾ ഇത് സംഭവം എന്ന് അറിയാതെ കൊച്ചാകെ ഒന്ന് പരിഭ്രമിച്ച്. നമ്മൾ അമ്പുടുക്കുട്ടനെ കൊണ്ടിട്ട് അപ്പുറത്ത് അമ്പുടു ഉടുപ്പൊന്നും ഇടാത്തതുകൊണ്ട് ഞാൻ അമ്പുടുവിനെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇച്ചൂസ് ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുക. രാവിലെ രണ്ടും കൂടെ ഒന്നിച്ച് നീച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നടക്കില്ല. അതേപോലെ തന്നെയാണ് രാത്രി ഉറക്കം വന്ന് രണ്ടാൾക്കും ഒപ്പം ഉറക്കം വന്നു കഴിഞ്ഞാൽ രണ്ടാളെ ഉറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി. ഇച്ചുവിനെ അത് ഇറക്കിയിട്ടൊന്ന് ഞാൻ അമ്പുടൂനെ ഉറക്കണം, അമ്പുടൂനെ ഇറക്കിയിട്ട് ഇച്ചുവിനെ ഉറക്കണം. ഇങ്ങനെ നടക്കത്തുള്ളൂ.
അത് കഴിഞ്ഞുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം രാവിലെ കറണ്ട് പോയത്, പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കോളേജിലൊക്കെ പോയി വന്ന് ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി രംഗങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ കഴുകിയതിൽ തന്നെ വല്ലാത്തൊരു കൂളിംഗ് എഫക്റ്റ് കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഒത്തിരി അങ്ങോട്ട് ഫ്രഷ് ആയ മാതിരി. ഞാൻ നേരെ കയറി കുളിച്ചില്ല, കാരണം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ ചിലപ്പോൾ എനിക്ക് കുളിച്ചതിന് ഉറക്കം വരും, പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന വൈകുന്നേരം ഫുള്ള് അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ട് ഫുഡും കഴിച്ചതിന് ലാസ്റ്റ് കുളിച്ച് പോയി കിടക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങും ചെയ്യാം, നന്നായിട്ട് ഉറങ്ങട്ടെ. ആ ഒരു ഉറക്കം ഉറങ്ങിയ കറക്റ്റ് 5:45 6 മണിയാകുമ്പോഴേ ഞാൻ നിൽക്കത്തുള്ളൂ. അതിന് ഇടയ്ക്കൊന്നും നിൽക്കില്ല. നമ്പൂടെ എഴുന്നേറ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് എഴുന്നേക്കും, അല്ലാതെ ഒന്ന് ഉറക്കത്തൊന്നും എഴുന്നേക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇച്ചുകൂട്ട വെള്ളം കുടിക്കാനൊക്കെ വന്ന് വെള്ളമൊക്കെ കൊടുക്കുക. അപ്പോൾ അടുക്കള രാത്രി നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കും. അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സമാധാനം കേട്ടോ. അത് എന്താ പറയുക, അത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ. അടുക്കള മെസ്സായി കിടന്ന അന്നത്തെ ദിവസം മൊത്തം പോക്കുക. പിന്നെ അതുപോലെ ഒരു ബാഡ് സ്മെല്ലും എല്ലാം ഉണ്ട്. ഒന്ന് ക്ലീനായി കിടന്നാൽ നമ്മളെ മനസ്സിന് ഒരു സമാധാനം. കാരണം നേരെ അടുക്കളയ്ക്ക് ചെന്ന് ചടപടേന്നും പറഞ്ഞ് പണികളും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട, കുറച്ച് നേരം ഇരുന്ന് സമാധാനമായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റിലാക്സായി മെല്ലെ അടുക്കളയ്ക്ക് കയറിയാൽ മതി. നമ്മളാകെ മെസ്സായി കിടന്നു കഴിഞ്ഞാൽ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണമല്ലോ, നേരല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടോ മക്കളൊക്കെ നീച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. അമ്പൂടെ കൂടെ പോകുമ്പോൾ നല്ല വാശി എന്ന് പറഞ്ഞാൽ അങ്ങ് പിടിച്ചാൽ ഒതുങ്ങത്തില്ല, അങ്ങനത്തെ ഒരു വാശിയായി വരുന്നുണ്ട്. അവൻ എന്നെ കാണുമ്പോൾ പ്രശ്നമുള്ളൂ. ഞാൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ചേട്ടനും അനിയനും ഒരു കുഴപ്പമില്ല. രണ്ടാൾ നല്ല കെയറിങ് ആണ്, നല്ല സ്നേഹത്തോടെ രണ്ടാൾ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് ഈ പാത്രങ്ങൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്താ ഈ കാര്യം, ആ കോട്ട കൊഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴുകിയെടുത്തിട്ട് ഒതുക്കിക്കും, പിന്നെ അതേപോലെ വന്നതാക്കും, പിന്നെയും കഴുകി ഒതുക്കിയിടും. ഇതെന്താണെന്നറിയില്ല, ഈ പാത്രം കഴുകാതിരിക്കാൻ വല്ല മാർഗ്ഗം ഉണ്ടോ എന്ന് കുറേ ആയിട്ട് ഞാൻ ആലോചിക്കുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് പാത്രം കഴുകി. ഇപ്പം നല്ല പണ്ട് മുതലേ എനിക്കിഷ്ടമില്ലാത്ത, ഈ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകി ക്ലീനാക്കി ഇടുന്ന കാര്യം എനിക്കിഷ്ടമില്ല. അപ്പോൾ അതാ നമ്മളെ 2 സുന്ദരമണികളും എൻ്റെ അടുത്തുണ്ട്. ഇച്ചു എന്ത് ചെയ്തിട്ട് ഉടുപ്പിടുന്നില്ല കേട്ടോ. അമ്മോട് നല്ല കളിയായിട്ട് മുരിങ്ങയും ചായപ്പൊടി പാത്രത്തിൻ്റെ അടപ്പും കൂടെ എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതേ ഇച്ചു അമ്പൂട് കൂട്ടിൻ്റെ ഒരു കുഞ്ഞു ഉടുപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്, ഇതിട്ട് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഇപ്പോഴത്തെ പ്രധാന പരിപാടി ഇതാ, ചേട്ടൻ്റെ പനി അരി ബക്കറ്റ് വലിച്ചു നീക്കി അതിൻ്റെ മേലെ കയറിയിട്ട് ഇതിൻ്റെ മേലെ കയറി മോട്ടറിൻ്റെ സ്വിച്ച് ഇടുക, ചാർജറുമ്പോൾ കളിക്കുക, അതൊക്കെയായിരുന്നു. അനിയൻകുട്ടൻ്റെ പണി അരി ബക്കറ്റിൻ്റെ പാത്രം അടപ്പ് തുറന്നിട്ട് അരി വാരി കളിക്കുക. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുമോ അത് നോക്കുക. അപ്പോൾ പൊന്തുന്നുണ്ട്. അപ്പോൾ ഞാൻ മേലേക്ക് എടുത്ത് വെച്ചു. മേലെ വൃത്തികേടായി കിടന്നാലും വേണ്ടില്ല, നമുക്ക് നമ്മളെ മക്കളേതാണല്ലോ വലുത്, അവരതുമ്പോൾ കളിച്ച നല്ല പണി കിട്ടും. അപ്പോൾ അതാ പുറത്തുനിന്ന് പട്ടി കുറയ്ക്കുന്നുണ്ടായിട്ട് അമ്പോട് പേടിച്ച് ഓടി എൻ്റെ അടുത്ത് കേട്ടോ. പേടിച്ചിട്ട് കിടക്കുന്ന കിടത്താത്, അല്ലാതെ ഒന്നും നമ്മളെ പൊന്നുമണി അങ്ങനെയൊന്നും കിടക്കൂല കേട്ടോ. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതിലൊരു കിടത്തം കിടക്കുകയാണ്. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് വെച്ച കറി ഇരിപ്പുണ്ടായിരുന്നു. വെള്ളരിക്ക് തക്കാളി കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിരുന്നു. അപ്പോൾ ഒരു പപ്പടവും കാച്ചി ഒരു കുഞ്ഞ് കയ്പ്പയ്ക്ക തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങതായി. ഞാൻ പപ്പടം കാച്ചി ഇഡ്ഡലി പാത്രത്തിലിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച്, കയ്പ്പയ്ക്ക് നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ച്, 2 വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചു. എന്നിട്ട് സാധാരണ മെഴുക്കുവരട്ടി ഉണ്ടാക്കൂലേ, കടുക് പൊട്ടിച്ച് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ നല്ല കേട്ടോ, തേങ്ങാക്കൊത്തും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച് കയ്പ്പയ്ക്കും ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ടത്. ഞാൻ ഡയറക്റ്റ് പപ്പടം കാച്ചിയതിലേക്ക് കടുക് വറുത്ത് നമ്മളെ വേവിച്ച് വെച്ച കയ്പ്പയ്ക്കും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ച് അതിലേക്ക് ഇടുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഉള്ളിയും മറ്റേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട്. ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ആ കയ്പ്പൊട്ടും അറിയില്ല കേട്ടോ, കയ്പ്പ് നല്ലോണം കുറയുന്നുണ്ട്. ഇതിങ്ങനെ കനം കുറച്ചരിഞ്ഞ് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചെടുത്ത് നല്ല സൂപ്പർ സാധനം കേട്ടോ. കഴിക്കാത്തവർ വരെ കഴിച്ചു, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ അതായത് നമ്മളെ സുന്ദരിമണികൾക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് കൊണ്ട് വെച്ചത് ഇനിയുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്താ അവസ്ഥ എന്ന്. ഞാൻ ചോറ് വിളമ്പിയോടെ വെച്ച്
ഒരു ഇച്ചുവിന് ഒറ്റയ്ക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാത്രം കൂടെ എടുക്കാൻ പോയത്. നമ്മളെ കുട്ടാപ്പി അതൊക്കെ വലിച്ച് താഴെ ഇട്ടു. എന്തേലും പറയാൻ പറ്റുമോ? അവന് വിശന്നിട്ട് അവൻ ചോറ് എടുക്കാൻ വന്നിട്ടോ അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ ആ പാത്രം കൊണ്ട് അമ്മേൻ്റെ അടുത്ത് പോകും. പാവം തോന്നി ആ പാത്രം കൊണ്ട് പോക്ക് കണ്ടപ്പോൾ അമ്മേൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഒച്ചിട്ട് അവനോട് എന്താടാ കാണിച്ചെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അവൻ ആ പോക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും സങ്കടം വന്നു കേട്ടോ. അപ്പോൾ ഇച്ചു പാത്രം എടുത്തുകൊണ്ട് വരാൻ ഞാൻ പിന്നെ ഇച്ചുവിന് ചോറ് വേറെ പാത്രത്തിലിട്ട് കൊടുത്ത് ആ സമയത്ത് തന്നെ കറണ്ട് പോയി. അപ്പോൾ അതാ ഇച്ചു അമ്മേൻ്റെ അടുത്ത് നിന്ന് ചോറ് തന്നെ അമ്പുടൂനുള്ള ചോറും എടുത്ത് അമ്പുടൂവിന് വിശന്ന് കഴിഞ്ഞാൽ അവൻ്റെ വയറ് നിറയുന്നവരെ അവൻ കഴിച്ചോളും. പിന്നെ നമ്മൾ ഇച്ചുമണിയാണ് കഴിക്കാൻ ഇച്ചിരി പുറകോട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ആ ഒറ്റയ്ക്ക് വാരി കഴിക്കണം കേട്ടോ. അപ്പോൾ കറണ്ട് പോയപ്പോൾ അമ്മ വാരി കൊടുത്തതാണ്. അപ്പോൾ അവൻ പിന്നെ കറണ്ട് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് വാരി കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അമ്പുടൂന് ചോറൊക്കെ കൊടുക്കുക. വിശന്ന് കുഴഞ്ഞിട്ട് എൻ്റെ പുറത്ത് കയറിയിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കഴിച്ചോളൂ കേട്ടോ. എന്നെ വീഡിയോ എടുക്കണ്ട, ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇച്ചു അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. രാവിലെ സമയം കിട്ടില്ല തീ കത്തിക്കുന്ന വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിടുകയാണ്. അന്ന് ഡീപ്പ് ക്ലീനൊന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുന്നുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരമല്ല. ഒന്നാമത് എനിക്ക് പോയി വന്നതിൻ്റെ നല്ല ക്ഷീണവും കാര്യമുണ്ട്. ഉറക്കം വന്നിട്ട് വയ്യപ്പോൾ ഉച്ചയ്ക്കും കിടന്ന് ഉറങ്ങണില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നാലും ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. നല്ല വെയിലായിരുന്നു. ആ വെയിലും കൂടെ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ നമ്മളെ ഫ്ലോർ ക്ലീനറിൽ ഒന്നുള്ളു ഫ്ലോർ ക്ലീനർ ഇച്ചിരി വെള്ളം കൂടെ ആക്കി അവിടെ വെച്ചത് കേട്ടോ. ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് ഊറ്റിച്ച് ഇതാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ എങ്ങനെ ആക്കി ഇതാക്കുമ്പോൾ അപ്പോഴേക്കും രാവിലെ നല്ല സ്മെല്ലാട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്കത്തിച്ചിട്ട് ഒരു ചന്ദനത്തിരിയും കൂടെ അടുക്കളയ്ക്ക് കൊണ്ട് കത്തിച്ചിരിക്കും. പിന്നെ ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് പണികളെടുക്കും കാര്യങ്ങളും ചെയ്യാം. പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെ സുന്ദരമണികൾക്ക്, അതായത് നമ്മളെ അമ്പുടക്കുട്ടന് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആവി പിടിച്ച് കൊടുക്കാമെന്ന് കരുതി. ഞാൻ ആവി പിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങ് തന്നെയാണ് കേട്ടോ. ഞാൻ ആ വലിച്ച് വരിയിട്ട തുണികളൊക്കെ അലക്കാനുള്ളതാട്ടോ. അതൊക്കെ പുറത്തേക്ക് ഇനി കൊണ്ടുവയ്ക്കണം. അലക്കാനുള്ള ഇതൊക്കെ എടുത്തിടണം. ഇവരെ ഉറക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ. എന്തായാലും അലക്കണില്ല, നാളെയാണ് നമ്മൾ അലക്കണത്. അപ്പോൾ രാവിലെ അലക്കിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു കുന്ന് തുണികൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലാവും. മക്കളുള്ളതല്ലേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ മക്കളെക്കാളും കൂടുതൽ എൻ്റെ തുണികളാവും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ ഒരു പണിയെടുത്ത് വരുമ്പോഴേക്കാകെ തന്നെ കുളിച്ച് വരും. ഇതേ ഒന്ന് ആവി പിടിക്കണമെങ്കിൽ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇച്ചും കുറേ വന്ന് അവനങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ പാവം തോന്നും കേട്ടോ കൊച്ചിനെ. അവൻ വല്ലാതെ തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനുള്ളൊരു ഇട വരുത്താറില്ല. ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം വരാറുണ്ട്. ഇനി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കളിക്കുന്നുണ്ട്, ഓടിക്കളിക്കും, ഒളിച്ച് കളിക്കും, അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ബെഡൊക്കെ വിരിച്ചിട്ട് പിന്നെ വലിയ പണിയെന്ന് പറഞ്ഞത് ഇതാണ്, ബെഡ് വിരിച്ചിട്ട്. രാവിലെ എഴുന്നേറ്റ് പോയി ബെഡ് വിരിച്ചിടുള്ളൂ കേട്ടോ. കാരണം ഈ ഇച്ചു അമ്പൂടും കുത്തി പറയുന്നുണ്ട്. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കില്ല, വെറുതെ ഒന്ന് തട്ടിയിട്ട് പുതപ്പ് മടക്കി അവിടെ വയ്ക്കും. പിന്നെ നമ്മൾ അരച്ച് വെച്ച മാവ്, അപ്പത്തിനുള്ള മാവട്ടെ, വെള്ളയപ്പത്തിന് ഒരു നുള്ളി ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് ഇളക്കി അവിടെ വെച്ച് പിന്നെയും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നേരെ പോയി കുളിച്ച് നമ്മളെ ശുണ്ടരിമണികളെ ഓരോരുത്തരായിട്ട് ഓർക്കാൻ പോയിട്ടോ. ആദ്യം നമ്മൾ ഇച്ചൂസിനെ ഓർക്കാൻ പോയത്. നമ്മൾ അമ്പുടുക്കൂടെ നല്ല കളിയായിരുന്നു. നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ ഇന്നേ ചെയ്ത് വെച്ചാൽ നമുക്കൊരു സമാധാനം കേട്ടോ. രാവിലെ നല്ലൊരു ടെൻഷൻ വേണ്ട. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ വലിയ കുട്ടിമണീനെ ഇനി തൊട്ടിലിട്ട് ഉറക്കാനാണ് കേട്ടോ. നമ്മൾ അമ്പുടുക്കൂട്ടനെ ഉറക്കാനല്ല പണി, ഇച്ചുകൂട്ടനെ ഉറക്കാനാണ് പണി. ഇച്ചൂര് തൊട്ടിലൊക്കെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവന് തൊട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട പ്രായത്തൊന്നും തൊട്ടിൽ കിടന്ന് ഉറങ്ങില്ല. നമ്മൾ അമ്പുടുക്കൂട്ടൻ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ ഉറക്കി കട്ടിൽമ കിടത്തി അടുത്ത ആളെ ഉറക്കാനുള്ള ശ്രമത്തിലാട്ടോ. അപ്പോൾ 2 മണികൾ ഉറങ്ങും.